പഞ്ചറാണ്. 2 ആഴ്ച ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇന്ന് വണ്ടിയിൽ അലോയ്സ് ഇടാൻ പോവാണ്. അയ്യോ, നമ്മൾ ടയറെടുത്ത് 2 ദിവസം ആയില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കാറിൻ്റെ അകത്ത് കയറ്റണം, വണ്ടി വിടണം. ഓക്കെ, 1-2 മാസമായി. അപ്പോൾ ഇത് ഇന്നലെ സ്റ്റാർട്ടായില്ല. അപ്പോൾ നാളെ 4 അലോയും കേട്ടിട്ടുണ്ട്. ഇനി അടുത്ത ടയർ കയറണം. അയ്യോ വയ്യ, ഒന്നതേ വയ്യ. ഗായ്സ്, ആ ടയറെല്ലാം കയറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടാൻ വേണ്ടി ഇങ്ങനെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. വണ്ടി 1.5 മാസം എടുക്കാത്തതുകൊണ്ട് ടയറും വീലും ഭയങ്കര ടൈറ്റാണ് കേട്ടോ. ഭയങ്കര നല്ല ടൈറ്റായിട്ട് കിടക്കുവാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പെട്രോളും കുറവാണ്. പമ്പ വരെ എത്തിയ ഭാഗ്യം. ചല്ലിയിട്ട് ടാർ ഒരുക്കി ഒഴിച്ചേക്കാണ് റോഡിൽ. ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, ക്ലീനായിരുന്നതാ. നമ്മളവിടെ എലിയുണ്ട്, എലി കടിച്ച് നശിപ്പിച്ച് ചെയ്യുകയാണ്. ഇനി വേറെ സീറിനൊക്കെ നോക്കണം. തേക്ക് വീൽസ് മാറാനായിട്ട് ഷോപ്പിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു വീൽസ് എടുത്ത് ജസ്റ്റ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി സെറ്റ് ചെയ്യുള്ളൂ. ഗോയ്സ് 7.5J പണി തന്നു. ബോഡിയിൽ 1 ഇഞ്ച് വെളിയിലാണ് സാധനം. നമ്മളെടുത്ത ടയർ ഇപ്പോൾ പക്ക സൂട്ടായിട്ടുണ്ട്. എന്നാലും ഫ്രണ്ട് തട്ടുമോന്നായിരുന്നു എൻ്റെ ഒരു സംശയം. പക്ഷെ ചതിച്ച് 7.5J ബോഡിക്ക് വെളിയിലാണ് ഗൈസ്. ബോഡിക്ക് വെളിയിലാണ് 7.5. നോക്കട്ടെ, ശരി, നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. നാല് സൈഡും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്ന അവിടെ കൊണ്ട് കയറണം. വണ്ടി ഇപ്പോൾ റിവേഴ്സ് അറിയാൻ കഴിച്ചപ്പോൾ ഇപ്പോൾ അറിയാം അലോയ്സിട്ട് എൻ്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയാം. വലിയ 195, 55, 15 ഇട്ട് പൊക്കി നിർത്തിയപ്പോഴാണ് കേട്ടോ പുറത്താണ് തോന്നിയത്. താഴോട്ട് ഇറക്കിയപ്പോൾ കുഴപ്പമില്ല. താഴോട്ട് ഇറക്കിയപ്പോൾ പക്ക ചെറിയൊരു പൊട്ടിക്കേ ഉള്ളൂ. അതിന് കുഴപ്പമില്ല, സാധനം കൊള്ളാം. അലൈൻമെൻറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. സാധനമായിട്ട് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ടയറോ അലോയ്സൊക്കെ ഇപ്പോൾ ഇട്ടായിരുന്നു. ഒന്ന് വാഷ് ചെയ്യണം. വണ്ടി 2 മാസമായിട്ട് എടുക്കാതെ ഇട്ടേക്കായിരുന്നു. അപ്പോൾ ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് വീട്ടിൽ പോകാം. ഓക്കെ, അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ടുള്ള വിൽപ്പം അങ്ങനെ അങ്ങോട്ട് നോക്കാം. നമ്മളങ്ങനെ വാഷ് ചെയ്യാൻ കൊണ്ട് കയറ്റി കേട്ടോ. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നമ്മളെ കാർ ഇതാ കഴുകാൻ കയറ്റുണ്ട് കേട്ടോ.
വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതാണ് അലോയ് ഇട്ടതിന് ശേഷമുള്ള ലുക്ക്. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം വണ്ടിയിൽ ഭംഗിയായിട്ട് അത് അലോയ് കാണുമെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് പാറ്റേൺ വരുന്നത്. എനിക്കിത് അത്യാവശ്യം ക്ലീൻ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ വർക്ക് ഇനിയും പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതിന് വരുന്ന അപ്ഡേറ്റ് എന്തായാലും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.